രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രാർത്ഥന. നമ്മളെല്ലാ ദിവസവും കുർബാന ചൊല്ലുന്ന പ്രാർത്ഥന. ഇത് കുർബാനയിൽ ഏത് ഭാഗത്ത് പ്രാർത്ഥനയാണെന്ന് അറിയാവോ? നിങ്ങൾ നിശബ്ദരായ അതിനൊട്ടും പാടണം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് പറയുന്ന പേരെന്ന റൂഹാഷണ പ്രാർത്ഥന, എപ്പിക്ലേസിസ് എന്ന് പറയും അല്ലെ. എപ്പിക്ലേസിസ്, റൂഹാഷണ പ്രാർത്ഥന. ആ റൂഹാഷണ പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥനയ്ക്ക് ഗഹന്ത പ്രാർത്ഥന എന്ന് പറയും. 4 ഗഹന്ത പ്രാർത്ഥനകൾ നമ്മുടെ കുർബാനയിലുണ്ട്. അതായത് കുർബാനയിലെ ഏറ്റവും കൗതാശികമായ പ്രാർത്ഥനകളാണ്. അതിൽ 4ാമത്തെ ഗഹന്ത പ്രാർത്ഥന. ആ 4ാം ഗഹന്ത പ്രാർത്ഥന സമാപനത്തിലാണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞുള്ള എപ്പിക്ലേസ്. അതിന് മുമ്പുള്ള പ്രാർത്ഥനയാണിത് അല്ലെ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കുർബാന എന്താണെന്ന് അതാണ് ആ പ്രാർത്ഥന നമ്മൾ പറയും. എന്താണ്? ഈശോയുടെ പീഡാനുഭവം, മരണം, സംസ്കാരം, ഉത്ഥാനം എന്നിവയെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ കറക്റ്റാണ്. നിങ്ങൾക്ക് അറിയാവുന്നതിനോട് കുർബാന എന്ന് പറഞ്ഞാൽ ഈശോയുടെ പീഡാനുഭവവും മരണവും സംസ്കാരവും ഉത്ഥാനവും നമ്മൾ സ്മരിക്കുക. അപ്പൊ അത് രക്ഷാകര സംഭവങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പീഡാനുഭവം, മരണവും സംസ്കാരവും ഉത്ഥാനവും ഒക്കെ. അപ്പൊ അതിനു മുമ്പും അതിന് ശേഷവുമുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഈശോയുടെ ജീവിതത്തിലുണ്ട്. അതാണ് നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞത് അല്ലേ. ഈശോയുടെ ജനനവും രഹസ്യ ജീവിതവും മാമോദീസയും പരസ്യ ജീവിതവും അതിനുശേഷമാണ് പീഡാനുഭവം, മരണം, സംസ്കാരം, ഉത്ഥാനം. പിന്നീടുള്ളതാണ് സ്വർഗാരോഹണം, ചുടനാഥം. ഇതെല്ലാം നമ്മൾ ഓർക്കുകയും അതിനെല്ലാം ഓർത്ത് അതിലൂടെ നമുക്ക് എന്താ ലഭിച്ചത്? ഈശോയുടെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും നമുക്ക് പാപമോചനവും രക്ഷയും സ്വർഗ സൗഭാഗ്യവും നമുക്ക് ലഭിച്ചു. നമുക്ക് സ്വർഗം ലഭിക്കും. മനുഷ്യവംശത്തിന് മുഴുവനും സ്വർഗം ലഭിച്ചത് ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനത്തിലൂടെയാണ്. അപ്പൊ സ്വർഗം ലഭിച്ചെന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് ഈ സ്വർഗം നഷ്ടപ്പെട്ടു പോയത്? മനുഷ്യർക്ക് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തതോടെ അവർ പറുദീസായിൽ നിന്ന് പുറത്താക്കി. സ്വർഗീയ പറുദീസായിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടെങ്കിൽ ആ പറുദീസായിലേക്ക് തിരിച്ച് നമ്മളെ കയറ്റാൻ വേണ്ടി ആദവും ഹവ്വായും മനുഷ്യവംശം മുഴുവനും പാപം ചെയ്തു. പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചതും അവസാനം പാടുപീടുകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു ഉത്ഥാനം. ഇങ്ങനെ ഈശോയുടെ പീഡാനുഭവം, മരണ, ഉത്ഥാന രഹസ്യങ്ങളിലൂടെ മനുഷ്യവംശത്തിന് മുഴുവനും നമുക്ക് എല്ലാവർക്കും രക്ഷ ലഭിച്ചു. രക്ഷ, സ്വർഗം നമുക്ക് തിരിച്ചു കിട്ടി. അപ്പൊ ആ സ്വർഗം നമുക്ക് തിരിച്ചു കിട്ടിയതിനെ നമ്മൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കുർബാന. അതുകൊണ്ടാണ് അനാപരയ്ക്ക് കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈശോയ്ക്ക് കൃതജ്ഞത അർപ്പിക്കും. ഈശോ രക്ഷ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ നമുക്ക് എല്ലാവർക്കും രക്ഷ നൽകി. ഈശോ നമുക്ക് എല്ലാവർക്കും രക്ഷ നൽകി. ആ രക്ഷ നമുക്ക് സ്വന്തമാക്കുന്ന എങ്ങനെയാണ്? ഈശോ രക്ഷ നൽകി. ഇപ്പൊ എന്റെ പോക്കറ്റിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് ഞാൻ കൈ പിടിച്ചിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നത് എങ്ങനെയാ? നിങ്ങൾ വന്ന് അത് വേണ്ടി മേടിക്കണം അല്ലെ. അങ്ങനെ മേടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് സ്വന്തമാകുന്നത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ട് തരണം അല്ലെ. ഇതുപോലെ നമുക്കറിയാം, നമ്മുടെ ഈ മേശപ്പുറത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി, അൽഫാം, ചിക്കിങ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, കുഴിമന്തി, ഇതെല്ലാം റെഡിയാക്കി മേശപ്പുറത്ത് ഇങ്ങനെ തയ്യാറാക്കി അച്ഛൻ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് കസേരയിൽ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് വയറ് നിറയുമോ? ഇല്ല, കൊതി കൂടത്തേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ വയറ് നിറയണം, നിങ്ങൾക്കത് ആ ഭക്ഷണത്തിന്റെ ആരോഗ്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ഇതെടുത്ത് കഴിക്കണം അല്ലെ. ഇതുപോലെയാണ് ഈശോ രക്ഷ, പീഡാനുഭവം, മരണ, ഉത്ഥാന രഹസ്യങ്ങളുടെ ഈശോ രക്ഷ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കുക. ആ രക്ഷ നമ്മൾ സ്വന്തമാക്കണം. സ്വർഗം നമുക്ക് തുറന്നിട്ടേക്കുക.
ആ സ്വർഗത്തിലേക്ക് നമ്മൾ നടന്നടത്ത് സ്വർഗത്തിൽ പ്രവേശിക്കണം. ഈ രക്ഷ നമ്മൾ സ്വന്തമാക്കണം. ഇതെടുത്ത് ഭക്ഷിക്കുന്ന പോലെ ഈ രക്ഷ, ഈശോ സാധ്യമായ രക്ഷ നമ്മൾ ഓരോരുത്തരും ദൈവജനം മുഴുവനും സ്വന്തമാക്കുന്നത് കുർബാനയിൽ സംബന്ധിക്കുന്നതിലൂടെയാണ്. കാരണം ഈശോയുടെ പീഡാനുഭവവും മരണ ഉത്ഥാനവും എല്ലാം അനുസ്മരിക്കുന്ന ആ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുന്നതിലൂടെ, പങ്കുചേരുന്നതിലൂടെയാണ് ഈ രക്ഷ ഞാനും നിങ്ങളും, കുർബാന അർപ്പിക്കുന്ന പുരോഹിതനും പുരോഹിതനോടൊപ്പം കുർബാനയിൽ പങ്കുകൊള്ളുന്ന ദൈവജനം മുഴുവനും നമ്മളെല്ലാവരും ആ രക്ഷ സ്വന്തമാക്കുന്നത് ആ കുർബാനയിൽ സംബന്ധിക്കുന്നു. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ കുർബാന ഈശോ സ്ഥാപിച്ചത്. ഈശോ അന്ത്യത്താഴവേളയിൽ ആ കുർബാന സ്ഥാപിച്ചത് അല്ലേ? അപ്പം എടുത്തതിന്റെ ശരീരമാണ്, വീഞ്ഞെടുത്തതിന്റെ രക്തമാണെന്ന് പറയുമ്പോൾ ഈശോ കുർബാന സ്ഥാപിച്ചത് ഈ രക്ഷ നമ്മൾ ഓരോരുത്തരും ഓരോ കുർബാന അർപ്പണത്തിലൂടെയും സ്വന്തമാക്കാൻ വേണ്ടിയാണ്. പിടികിട്ടിയോ? അപ്പൊ കുർബാനയിൽ വന്ന് സംബന്ധിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വെറുതെ കുറെ പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലിക്കൂട്ടുക മാത്രമല്ല, കുറെ പാട്ട് പാടുകയും അച്ഛൻ പ്രസംഗം പറയുകയും ഒക്കെ ചെയ്യുക മാത്രമല്ല, ഈ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുക. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് രക്ഷ ലഭിക്കുക. രക്ഷ, പാപത്തിൽ നിന്ന് മോചനവും രക്ഷയും സ്വർഗഭാഗ്യവും നമുക്ക് ലഭിക്കും. അപ്പൊ കുർബാന എന്താണെന്ന് നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം. ആ കുർബാനയെ നമുക്ക് എങ്ങനെ സംബന്ധിക്കണം? നമ്മളും കാർമ്മികനോട് ചേർന്ന് വലിയ അർപ്പകരായിട്ട് മാറണം, കുർബാനയെ സംബന്ധിക്കണം. അങ്ങനെ നിരന്തരം കുർബാനയെ സംബന്ധിച്ചാണ് നമ്മൾ ഈ രക്ഷ സ്വന്തമാക്കുന്നത്.